ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ബൂളിയൻ എന്നതിനെ കുറിച്ചാണ്. ജാവാസ്ക്രിപ്റ്റ് ബൂളിയൻ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് റെസ്പോൺസുകൾ കിട്ടാൻ വേണ്ടിയാണ്. ട്രൂ ആൻഡ് ഫാൾസ് അല്ലെങ്കിൽ ഓൺ ഓഫ്, ഇങ്ങനെ ഏതെങ്കിലും രണ്ട് ആൻസർ അല്ലെങ്കിൽ രണ്ട് ഔട്ട്പുട്ട് മാത്രമേ എന്ത് ഉപയോഗിക്കുമ്പോൾ കിട്ടൂ, ബൂളിയൻ ഉപയോഗിക്കുമ്പോൾ കിട്ടൂ. ഒന്നുകിൽ നമുക്ക് ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ബൂളിയൻ അല്ലെങ്കിൽ നമുക്ക് ഫാൾസ് ആയിരിക്കും. ഇങ്ങനെ രണ്ട് ആൻസർ മാത്രം കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേരിയബിൾ ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ. ബൂളിയൻ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് ബൂളിയൻ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, ആദ്യം ബൂളിയൻ എന്ന് എഴുതുക, എന്നിട്ട് ഏതാണോ വേരിയബിൾ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക, ഈക്വൽ ടു ന്യൂ ബൂളിയൻ. ഈ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൂളിയൻ ഡിക്ലെയർ ചെയ്യുക. അതായത് ന്യൂ എന്ന ടൈപ്പ് വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ബൂളിയൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ബൂളിയന് ക്രിയേറ്റ് ചെയ്യാം. ബൂളിയൻ്റെ സിൻടാക്സ് ആയിട്ടാണ് ഈ രൂപത്തിൽ വരുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ബൂളിയൻ ഉപയോഗിക്കുക എന്നും അത് വെച്ചിട്ട് എങ്ങനെ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നും നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് എഴുതി. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഡോക്യുമെൻ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വേരിയബിൾ ചേർത്ത് കൊടുത്തു, ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ്. അതിനുശേഷം നമ്മളിവിടെ ഒരു കണ്ടീഷനാണ് ചേർത്ത് കൊടുക്കുന്നത്, 10 ലെസ് ദാൻ 20. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഫാൾസ് ആയിരിക്കും. അതായത് 10 എന്നുള്ളത് ഓക്കെ, ഇതിന് ആൻസർ നമുക്ക് ട്രൂ ആയിരിക്കും. 10 എന്നുള്ളത് 20ൻ്റെ താഴെയാണെന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിത് സേവ് ചെയ്തിട്ട് റണ്ണ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ വന്ന് ഇത് ട്രൂ എന്നായിരിക്കും കാണിച്ചു തരിക. കാരണം ഈ 20 എന്നുള്ളത് 10ൻ്റെ താഴെയാണെന്ന്. ഇനി ഇതേ രൂപത്തിൽ നമുക്കൊരു ഫാൾസ് വരാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമുക്കിതേപോലെ ഒരു ഫാൾസ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഇവിടെ തന്നെ ഒന്ന് മാറ്റി കൊടുക്കാം. ഈ രൂപത്തിൽ നമുക്കൊന്ന് മാറ്റി ചേർത്ത് കൊടുത്തു എന്ന് വെക്കാം. ഓക്കെ, ഈ രൂപത്തിൽ നമ്മളൊന്ന് മാറ്റി ചേർത്ത് കൊടുത്താൽ 10 ഗ്രേറ്റർ ദാൻ 20 എന്ന് കൊടുക്കുമ്പോഴും ഒക്കെ ഇവിടെ വന്ന് നമുക്ക് ഫാൾസ് ആയിരിക്കും വരിക. അതായത് 10 എന്നുള്ളത് 20ൻ്റെ മുകളിലാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നത് ഫാൾസ് ആണ് നമുക്ക് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ട്രൂ ഓർ ഫാൾസ് ഇതൊക്കെ നമുക്കൊരു വേരിയബിളിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ബൂളിയൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ബൂളിയൻ്റെ പ്രോപ്പർട്ടീസാണ് ജാവാസ്ക്രിപ്റ്റിൽ ബൂളിയന് വരുന്ന പ്രോപ്പർട്ടീസാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. രണ്ട് പ്രോപ്പർട്ടീസാണ് പ്രധാനമായിട്ടും ബൂളിയന് വരുന്നത്. ഒന്നാമത് കൺസ്ട്രക്ടറും അതേപോലെ തന്നെ രണ്ടാമത് പ്രോട്ടോടൈപ്പും. അപ്പോൾ നമുക്ക് ഈ കൺസ്ട്രക്ടർ വെച്ചിട്ടൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ റിട്ടേൺ ദ റെഫറൻസ് ഓഫ് ബൂളിയൻ ഫംഗ്ഷൻ ആൻഡ് ക്രിയേറ്റ് ബൂളിയൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റെഫറൻസ് വാല്യൂ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ കൺസ്ട്രക്ടർ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഒന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. വേരിയബിളിൻ്റെ പേര് ബൂളിയം എന്ന് POOL എന്ന് ചേർത്ത് കൊടുത്തു, ഈക്വൽ ടു അതിൻ്റെ വാല്യൂ നമ്മളിവിടെ വന്ന് ഡയറക്റ്റ് ഫാൾസ് ആണ് കൊടുത്തത്. ഓക്കെ, ഇനി നമുക്കിതോടെ വന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം ഇവിടെ വന്ന് ബൂളിയൻ്റെ ആ വേരിയബിൾ നെയിമാണ് ബൂൾ എന്നിട്ടിട്ടുള്ളത്. ഇനി ഇവിടെ വന്ന് നമ്മൾ കൺസ്ട്രക്ടർ എന്നുകൂടി ചേർത്ത് കൊടുക്കാം. കൺസ്ട്രക്ടർ എന്നുകൂടി നമുക്ക് നമുക്ക് കൺസ്ട്രക്ടർ എന്നുകൂടി ഇവിടെ ചേർത്ത് കൊടുക്കുക. ഇനി സ്റ്റേറ്റ്മെന്റ് വെച്ച് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇനി ഇതൊന്ന് നമുക്ക് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ അത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് അൺഡിഫൈനഡ് എന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. കാരണം നമ്മളിവിടെ വന്ന് ബൂളിയൻ്റെ കൺസ്ട്രക്ടർ ഒന്നും നമ്മളിവിടെ പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കിവിടെ വന്ന് അൺഡിഫൈനഡ് എന്ന് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് വരുന്നത്. ഈ രൂപത്തിൽ നമുക്കതിൻ്റെ കൺസ്ട്രക്ടർ വേണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ ഇതിലെ രണ്ടാമത്തെ മെത്തേഡായ പ്രോട്ടോടൈപ്പ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പ്രോട്ടോടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വലിയൊരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഈ പ്രോട്ടോടൈപ്പ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ വന്ന് മുമ്പ് കൊടുത്തതെല്ലാം ഒഴിവാക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ഒരു നേരിട്ട് നമ്മൾ HTML കൂടി ഇതിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മളിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ബട്ടണിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ഒരു ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുക്കുന്നു.
ഓക്കെ, ഓൺ ക്ലിക്കിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫംഗ്ഷൻ്റെ പേര് മൈ ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തത് നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി ആ ബട്ടൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, ക്ലിക്ക് എന്ന് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പാരഗ്രാഫ് ടാഗ് ചേർത്ത് കൊടുക്കും പി. ഇതിൻ്റെ ഐ ഡി എന്നുള്ളത് നമ്മളിവിടെ വന്ന് ഡെമോ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഐ ഡി എന്താണെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇനി ഇവിടെ വന്ന് നമ്മൾ സ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് ബൂളിയൻ എന്ന് ചേർത്ത് കൊടുത്തു, ഡോട്ട് പ്രോട്ടോടൈപ്പ് എന്ന് ചേർത്ത് കൊടുത്തു, പ്രോട്ടോടൈപ്പ്, എന്നിട്ട് ഡോട്ട് മൈ കളർ. ഓക്കെ, ഒരു വേരിയബിൾ നമ്മളിവിടെ മൈ കളർ എന്നൊരു ഇത് ക്രിയേറ്റ് ചെയ്തു. ഈക്വൽ ടു ഫങ്ഷൻ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഈഫ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈഫ് ദിസ് ഡോട്ട് വാല്യൂ ഓഫ് ഇട്ടതിന് ശേഷം നമുക്ക് ഈക്വൽ ടു ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം എന്നാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ട്രൂ ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് റിട്ടേൺ ചെയ്യണം, ഗ്രീൻ എന്ന് റിട്ടേൺ ചെയ്യണം. ഓക്കെ, വാല്യൂ ഓഫ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് തുടർന്ന് പറഞ്ഞു തരാം. ഓക്കെ, എൽസ് ഇതല്ലെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി എൽസ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് റിട്ടേൺ റെഡ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇതൊക്കെ ഇഷ്ടമുള്ള വേരിയബിൾ തന്നെ വാല്യൂ തന്നെ ചേർത്ത് കൊടുക്കാം. ഈ വാല്യൂ തന്നെ വേണമെന്നില്ല. അറ്റ് ലാസ്റ്റ് ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷനാണ് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. ഫംഗ്ഷന്റെ പേര് നമ്മൾ മൈ ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇവിടെ നമ്മൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കൊടുത്ത അതേ പേര് തന്നെ ഇവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിൾ എ ഈക്വൽ ടു അതിൻ്റെ വാല്യൂ എന്നുള്ളത് നമ്മൾ ട്രൂ ആണ് ചേർത്ത് കൊടുത്തത്. സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പ്രിന്റ് ചെയ്യാൻ നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, അതായത് നമുക്ക് ഈ പാരഗ്രാഫ് എന്ന ഭാഗത്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി എന്നുള്ളത് ചേർത്ത് കൊടുത്തത്. ഇനി അപ്പോൾ എന്ത് ചെയ്യണം, ഈ പാരഗ്രാഫിന്റെ ഐ ഡി എന്താണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക, ഡെമോ. ഓക്കെ, ഇനി ഇവിടെ വന്ന് ഡോട്ട് ഇന്നർ HTML എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു അതിനുശേഷം നമ്മൾ എ ഈക്വൽ ടു എ ഡോട്ട്, ഇനി ഇവിടെ വന്ന് മൈ കളർ, അതായത് നമ്മൾ ഇവിടെ കൊടുത്ത ഇതിൻ്റെ ഫംഗ്ഷൻ്റെ പേരെന്താണെങ്കിൽ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ ഒരു ബട്ടൺ ആയിട്ട് വരും. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ വന്ന് ഗ്രീൻ എന്നാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിത് ട്രൂ ആണെങ്കിൽ നമുക്കിവിടെ വന്ന് ഗ്രീൻ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ട്രൂവിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഫാൾസ് ആണ് ചേർത്ത് കൊടുത്തതെന്ന് വെക്കുക. അപ്പോൾ ഫാൾസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് പ്രിന്റ് ചെയ്യുന്നത് റെഡ് എന്നായിരിക്കും. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്യുക റെഡ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൂളിയൻ പ്രോട്ടോടൈപ്പ് ഉപയോഗിക്കുന്നത്. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വാല്യൂ നമുക്ക് ആക്സസ് ചെയ്തെടുത്ത് അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് ബൂളിയൻ പ്രോട്ടോടൈപ്പ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് അടുത്തത് ബൂളിയൻ മെത്തേഡ്സുകൾ നോക്കാം. ഏതൊക്കെയാണ് ബൂളിയൻ മെത്തേഡ്സ് എന്ന് നോക്കാം. ബൂളിയൻ മെത്തേഡ്സിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത് ടു സ്ട്രിങ് എന്നും രണ്ടാമത്തത് വാല്യൂ ഓഫ് എന്നും. അപ്പോൾ ആദ്യം തന്നെ ടു സ്ട്രിങ് എന്നൊരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ടു സ്ട്രിങ് എന്നുള്ളത് മുമ്പൊരിക്കൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് കൺവേർട്ട് ബൂളിയൻ ഇൻ ടു സ്ട്രിങ്. സ്ട്രിങ്ങിനെ നമ്മൾ ബൂളിയൻ എന്ത് ചെയ്യാണ്, അത് സ്ട്രിങ്ങിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് എഴുതി. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, വേരിയബിളിൻ്റെ പേര് ബൂളിയൻ, ഇഷ്ടമുള്ളത് നമുക്ക് എന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈക്വൽ ടു അതിൻ്റെ വാല്യൂ നമ്മളിവിടെ വന്ന് ട്രൂ എന്നാണ് ചേർത്ത് കൊടുത്തത്. ഓക്കെ, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബൂളിയൻ്റെ വാല്യൂ നമ്മൾ ട്രൂ ആണ് ചേർത്ത് കൊടുത്തത്.
അതിനുശേഷം നമ്മൾ വേറൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യാണ് വേരിയബിൾ. അതിന് നമ്മൾ എക്സ് എന്ന് വേരിയബിൾ നെയിം ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ബൂളിയൻ, നമ്മൾ മുമ്പ് കൊടുത്ത ആ വേരിയബിളിൻ്റെ പേരാണ് ബൂളിയൻ ടു സ്ട്രിങ്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, സ്ട്രിങ്ങിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ടു സ്ട്രിങ് എന്ന് ചേർത്ത് കൊടുത്തു. സ്ട്രിങ് എന്ന് ചേർത്ത് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്കൊന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. പ്രിന്റ് ചെയ്യാൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, അതിനുശേഷം നമ്മളിവിടെ വന്ന് ടൈപ്പ് ഓഫ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഏത് ടൈപ്പാണ്, ഇപ്പോൾ എക്സ് എന്നുള്ള വേരിയബിൾ നമ്മളിവിടെ ഏത് ടൈപ്പാണ് അതിൻ്റെ, അതായത് വേരിയബിൾ സ്ട്രിങ് ആണോ ഇൻറ്റിജർ ആണോ ഫ്ലോട്ട് ആണോ ഏത് ടൈപ്പാണോ എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് ഓഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിത് പ്രിന്റ് ചെയ്യുന്നത് ഇതിൻ്റെ ടൈപ്പ് എന്നുള്ളത് സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ബൂളിയനെ നമ്മൾ സ്ട്രിങ്ങിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ടു സ്ട്രിങ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെ വരുന്നത് മറ്റൊരു മെത്തേഡാണ് നമുക്ക് വാല്യൂ ഓഫ്. അപ്പോൾ എന്താണ് വാല്യൂ ഓഫ് എന്ന് നമുക്ക് പ്രിന്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്ത രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ പേര് ബൂളിയം എന്ന് ചേർത്ത് കൊടുത്തു. അതിൻ്റെ വാല്യൂ ട്രൂ എന്ന് ചേർത്തു. ഇനി ഇവിടെ വന്ന് വേറെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു എക്സ് ഈക്വൽ ടു നമ്മളിവിടെ വന്ന് നേരത്തെ കൊടുത്ത പോലെ തന്നെ ചേർത്ത് കൊടുത്തു വാല്യൂ ഓഫ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഓഫ് എന്താണോ അത് എക്സിലേക്കായിട്ട് കണ്ടുവച്ചിട്ടുണ്ടാവും. ഇനി നമുക്കതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രിന്റ് ചെയ്യാൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് എക്സ് എന്ന് ചേർത്ത് കൊടുത്തു. അറ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഓഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ എന്നുള്ളത് എക്സിലേക്ക് ഇതിൻ്റെ ട്രൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഇത് നമ്മളിവിടെ വന്ന് ഫാൾസ് ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ വന്ന് ഫാൾസ് ആയിരിക്കും പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ ജാവാസ്ക്രിപ്റ്റിൽ ബൂളിയൻ ചേർത്ത് കൊടുക്കാമെന്നും എങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുമാണ്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം.